നമ്മൾ ഓരോ ദിവസവും ധാരാളം സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ സംസ്കൃത ഭാഷ ഒഴിച്ചുകൂടാനാവാത്തതാണ്. നമുക്ക് ആദ്യം ഒരു സുഭാഷിതം കേൾക്കാം. സത്യം മാതാ പിതാ ജ്ഞാനം ധർമ്മോ ഭ്രാതാ ദയാ സഖി ശാന്തി പത്നി ക്ഷമാ പുത്രഃ ഷഡേതേ മമ ബാന്ധവാ. സത്യം മാതാ, സത്യത്തെ അമ്മയായിട്ടും, പിതാ ജ്ഞാനം, ജ്ഞാനത്തെ പിതാവായിട്ടും, ധർമ്മോ ഭ്രാത, ധർമ്മത്തെ സഹോദരനായിട്ടും, ദയാ സഖി, ദയയെ സഖിയായിട്ടും സഖാവായിട്ടും സുഹൃത്തായിട്ടും, ശാന്തി പത്നി, സമാധാനത്തെ ഭാര്യയായിട്ടും, ക്ഷമാ പുത്രോ, ക്ഷമയെ പുത്രനായും, ഷഡേതേ മമ ബാന്ധവാഹ, ഷഡേതേ ഈ 6 എണ്ണമാണ് മമ ബാന്ധവാഹ എൻ്റെ ബന്ധുക്കൾ. ഏതൊക്കെയാണ് 6 എണ്ണം? സത്യം, ജ്ഞാനം, ദയ, ധർമ്മം, ശാന്തി, ക്ഷമ. ഈ സുഭാഷിതത്തിൽ നമ്മൾ മാതാ, പിതാ, പുത്രഃ, പത്നി ഇങ്ങനെ ധാരാളം ബന്ധുവാചക ശബ്ദങ്ങൾ പഠിച്ചു അല്ലേ? ഇതെല്ലാം നമ്മൾ സാധാരണയായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ്. ഇതുപോലെയുള്ള കുറച്ച് ശബ്ദങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെട്ടാലോ? മാതാ അമ്മ, പിതാ അച്ഛൻ, പതിഹി ഭർത്താവ്, പത്നി ഭാര്യ, പുത്രഃ മകൻ, പുത്രീ മകൾ, പൗത്രഃ പേരക്കുട്ടി, ജ്യേഷ്ഠഃ ചേട്ടൻ, ജ്യേഷ്ഠാ ചേച്ചി, അനുജഃ അനുജൻ, അനുജാ അനുജത്തി, മാതുലഃ അമ്മാവൻ, മാതുലാനി അമ്മായി, പിതാമഹഃ അച്ഛൻ്റെ അച്ഛൻ, പിതാമഹി അച്ഛൻ്റെ അമ്മ, മാതാമഹഃ അമ്മയുടെ അച്ഛൻ, മാതാമഹി അമ്മയുടെ അമ്മ, ശ്വശുരഃ അമ്മായി അച്ഛൻ, ഭാഗിനേയഃ മരുമകൻ, സ്നുഷാ മരുമകൾ, സ്യാലഃ അളിയൻ. നമ്മളിപ്പോൾ കുറച്ച് ബന്ധുവാചക ശബ്ദങ്ങൾ പരിചയപ്പെട്ടു അല്ലേ? ഇനി നമുക്ക് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ചില വാക്കുകളെ പരിചയപ്പെടാം. ഗൃഹം വീട്, പ്രകോഷ്ഠഃ മുറി, ദ്വാരം വാതിൽ, വാതായനം ജനൽ, മഹാനസം അടുക്കള, അഗ്നിഹി തീ, ആസന്ദഃ കസേര, പാത്രം പാത്രം, ദീപഃ വിളക്ക്, ഉദ്യാനം പൂന്തോട്ടം, ചഷകഃ ഗ്ലാസ്, വ്യജനം ഫാൻ, പര്യങ്കഃ കട്ടിൽ, താലഃ പൂട്ട്, കൂപഃ കിണർ, ദൂരദർശനം ടെലിവിഷൻ. നമ്മളിപ്പോൾ കുറച്ച് ബന്ധുവാചക ശബ്ദങ്ങളും ഗൃഹസംബന്ധിയായ ശബ്ദങ്ങളും പരിചയപ്പെട്ടു. നിങ്ങൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് പല വിധത്തിലുള്ള പാചക പരീക്ഷണങ്ങളും നടത്തിയിട്ടുണ്ടാവും. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഭക്ഷണം അല്ലേ? നമുക്ക് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില വാക്കുകളെ സംസ്കൃതത്തിൽ പരിചയപ്പെടാം. അന്നം ചോറ്, ക്വഥിതം സാമ്പാർ, ഭർജഃ ഉപ്പേരി, അവലേഹ അച്ചാർ, പർപ്പടകം പപ്പടം,
ദധി തൈര്, ഘൃതം നെയ്യ്, ലവണം ഉപ്പ്, ക്ഷീരം പാല്, സാരഹ രസം, പായസം പായസം, ചിത്രാന്നം ബിരിയാണി, ബാഷ്പാപൂപഃ പുട്ട്, ശാല്യപൂപഃ ഇഡ്ഡലി, പൂപിക പൊറോട്ട, ദോശ ദോശ, റോട്ടിക ചപ്പാത്തി. നമുക്ക് ഈ ഭക്ഷണ സാധനങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ കുറച്ച് പച്ചക്കറികളുടെ പേരുകൾ നമുക്കിനി പരിചയപ്പെടാം. രക്തഫലം തക്കാളി, ആലുകം ഉരുളക്കിഴങ്ങ്, സൂരണഃ ചേന, കൂഷ്മാണ്ഡഃ കുമ്പളങ്ങ, കാരവേലഃ കൈപ്പയ്ക്ക, പലാണ്ഡുഃ ഉള്ളി, കർക്കടി കക്കരിക്ക, ഭിണ്ടിഃ വെണ്ട, മരീചം മുളക്, ഗൃഞ്ജനകം ക്യാരറ്റ്, ബിംബീഫലം കോവയ്ക്ക, ആമലകം നെല്ലിക്ക. ഇപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറികളുടെ പേരുകൾ പരിചയപ്പെട്ടു അല്ലേ? ഇനി നമുക്ക് കുറച്ച് പഴങ്ങളുടെ പേരുകൾ പരിചയപ്പെട്ടാലോ? ആമ്രം മാമ്പഴം, പനസം ചക്ക, കദളി വാഴപ്പഴം, ദ്രാക്ഷ മുന്തിരി, സേവം ആപ്പിൾ, അനാനസം കൈതച്ചക്ക, തർബുജം തണ്ണിമത്തൻ, മധുകർക്കടി പപ്പായ, നാരംഗം ഓറഞ്ച്, നാരികേലം നാളികേരം. ഇനി സാമാന്യമായ മറ്റു ചില ശബ്ദങ്ങളെ കൂടി പരിചയപ്പെടാം. മാർഗഃ വഴി, ഗ്രാമഃ ഗ്രാമം, ദേശഃ ദേശം, നഗരം നഗരം, ജനപദഃ ജില്ല, രാജ്യം സംസ്ഥാനം, രാഷ്ട്രം രാജ്യം, പർവതഃ പർവതം, നദീ പുഴ, സമുദ്രഃ സമുദ്രം, വാപി കുളം, വനം കാട്, ദേവാലയഃ ദേവാലയം. നമ്മളിപ്പോൾ ബന്ധുവാചക ശബ്ദങ്ങളെ പരിചയപ്പെട്ടു, ഗൃഹസംബന്ധിയായ വാക്കുകളെ പരിചയപ്പെട്ടു, അതുപോലെ കുറച്ച് പച്ചക്കറികളുടെ പേരുകളും പഴങ്ങളുടെ പേരുകളും ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠന പ്രവർത്തനം. നാം വളരെ പ്രധാന ഒരു കാര്യം വിട്ടുപോയി. അതെന്താണ്? വിദ്യാലയ സംബന്ധിയായ കാര്യങ്ങൾ. വിദ്യാലയത്തെ പറ്റിയുള്ള ഒന്നും നമ്മളിവിടെ പറഞ്ഞില്ല. അത് ശരിയാ, അത് ടീച്ചർ തന്നെ പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് വിദ്യാലയ സംബന്ധിയായ കുറച്ച് പദങ്ങളെ പരിചയപ്പെടാം. അധ്യാപകഃ അധ്യാപകൻ, അധ്യാപിക അധ്യാപിക, ഛാത്രഃ വിദ്യാർത്ഥി ഛാത്ര വിദ്യാർത്ഥിനി, കക്ഷ്യ ക്ലാസ്, ശ്യാമഫലകം ബ്ലാക്ക് ബോർഡ്, സുധാഖണ്ഡഃ ചോക്ക്, മാർജനി ഡസ്റ്റർ, പുസ്തകം പുസ്തകം, ടിപ്പണി പുസ്തകം നോട്ട്ബുക്ക്, ലേഖനി പേന, അങ്കനി പെൻസിൽ, മാർജകഃ റബ്ബർ, മാപിക സ്കെയിൽ, സമയസാരിണി ടൈം ടേബിൾ, പരീക്ഷ
പരീക്ഷ, പ്രശ്നപത്രിക, ക്വസ്റ്റ്യൻ പേപ്പർ, ഉത്തരപത്രിക, ആൻസർ പേപ്പർ, അങ്കാഹ, മാർക്ക്. വിദ്യാലയ സംബന്ധിയായ പദങ്ങളെ പരിചയപ്പെട്ടില്ലേ? ഇനി ഞാനൊരു സുഭാഷിതം ചൊല്ലാം. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ നോക്കൂ. കാക കൃഷ്ണ പിക കൃഷ്ണ കോ ഭേദോപിക കാകയോഹോ വസന്ത സമയേ പ്രാപ്തേ കാക കാക പിക പിക. നിങ്ങളിൽ ചിലരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടാകും, ഇല്ലേ? എന്താ ഇതിനർത്ഥം? കാക കൃഷ്ണ, കാക്ക കറുത്തതാണ്. പിക കൃഷ്ണ, കുയിലോ? കുയിലും കറുത്തതാണ്. കോ ഭേദ പിക കാകയോഹോ, എന്താ തമ്മിൽ വ്യത്യാസം? വസന്ത സമയേ പ്രാപ്തേ, വസന്ത സമയം വരുമ്പോൾ കാക കാക, കാക്ക എന്താണ്? കാക്ക തന്നെയാണ്. പിക പികഹ, കുയില് കുയില് തന്നെയാണ്. എന്താ അർത്ഥം? വസന്ത സമയം വരുമ്പോൾ കുയില് അതിമനോഹരമായിട്ട് പാടും. കാക്കയ്ക്ക് പറ്റുമോ പാടാൻ? ഇല്ല. അങ്ങനെയാണ് രണ്ടുപേരും കറുത്തതാണെങ്കിലും അവ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ കുയിൽ വസന്തകാലത്ത് തൻ്റെ കഴിവുകളെ പ്രകടമാക്കുന്നത് പോലെ നമ്മളും നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ യഥാസമയം പ്രകടമാക്കുക തന്നെ ചെയ്യും, അല്ലേ? ഇപ്പോൾ നമ്മൾ കാക്കയെയും കുയിലിനെയും എല്ലാം പരിചയപ്പെട്ടു. നമുക്കിനി പക്ഷി സംബന്ധമായ സംസ്കൃത പദങ്ങളെ നോക്കാം. കാകഹ, കാക്ക. ശുകഹ, തത്ത. കോകിലഹ, കുയിൽ. ഉലൂകഹ, മൂങ്ങ. ബഗഹ, കൊക്ക്. കുക്കുടഹ, കോഴി. മയൂരഹ, മയിൽ. കപോതഹ, പ്രാവ്. ദൃശ്യം കണ്ടല്ലോ. ഏത് മൃഗത്തെയാണ് ദൃശ്യത്തിൽ കണ്ടത്? കടുവയാണ്. എന്താണ് ഈ കടുവയുടെ പ്രത്യേകത? നമ്മുടെ ദേശീയ മൃഗമാണ്, അല്ലേ? കടുവയ്ക്ക് എന്താണ് സംസ്കൃതത്തിൽ പറയുക എന്നറിയോ? നമുക്ക് നോക്കാം. സിംഹ, സിംഹം. വ്യാഘ്രഹ, കടുവ. ഗജഹ, ആന. ഭല്ലൂകഹ, കരടി. ഹരിണഹ, മാൻ. ശൃഗാലഹ, കുറുക്കൻ. ശശഃ, മുയൽ. വാനരഹ, കുരങ്ങൻ. ഗർദഭഃ, കഴുത. ധേനുഹു, പശു. മഹിഷഃ, പോത്ത്. അജഹ, ആട്. അശ്വഃ, കുതിര. ഉഷ്ട്രഃ, ഒട്ടകം. മാർജാരഃ, പൂച്ച. മൂഷികഃ, എലി. അപ്പോൾ ഇനി കടുവയുടെ സംസ്കൃത പദം ആരെങ്കിലും മറക്കുമോ? ഇല്ല, അല്ലേ? ഇനി നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര ആളുകളാണ് വിവിധ തരം ജോലികൾ ചെയ്ത് ജീവിക്കുന്നത്? അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കൃഷകഃ, കൃഷിക്കാരൻ. വൈദ്യഃ, ഡോക്ടർ. അനുവൈദ്യ, നഴ്സ്. അഭിയന്ത, എഞ്ചിനീയർ. രക്ഷിപുരുഷഃ, പോലീസ്. സൈനികഃ, സൈനികൻ. ഭാവചിത്രകഃ, ഫോട്ടോഗ്രാഫർ. ന്യായവാദി, വക്കീൽ. വൈദ്യുതികഃ, ഇലക്ട്രീഷ്യൻ. ശാസ്ത്രജ്ഞഃ, ശാസ്ത്രജ്ഞൻ. രചകഃ, അലക്കുകാരൻ. സുവർണകാരഃ, തട്ടാൻ. സൗചികഃ, തുന്നൽക്കാരൻ. ലോഹകാരഃ, കൊല്ലൻ. തന്തുവായഃ, നെയ്ത്തുകാരൻ. ക്ഷുരകഃ, ബാർബർ. ഇന്ന് നമ്മൾ ബന്ധുവാചക ശബ്ദം തുടങ്ങി ധാരാളം പദങ്ങളെ പരിചയപ്പെട്ടു, അല്ലേ? ഈ പദങ്ങളെല്ലാം നാമപദങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പദങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കണം, കേട്ടോ? ഈ നാമപദങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രവർത്തനം നോക്കിയാലോ? ഈ പദങ്ങളെ പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗങ്ങളാക്കി തിരിച്ച് പട്ടികാരൂപത്തിൽ എഴുതുക.
എല്ലാവരും പ്രവർത്തനം ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്തതായി വചനങ്ങളെക്കുറിച്ച് നോക്കാം. ഏകവചനമെന്നും ബഹുവചനമെന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സംസ്കൃതത്തിൽ ദ്വിവചനം എന്നൊരു പ്രയോഗം കൂടി ഉണ്ട്. അവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഏകവചനം? ഒരെണ്ണത്തിനെ സൂചിപ്പിക്കാനാണ് ഏകവചനം ഉപയോഗിക്കുന്നത്. ഉദാഹരണം ബാലകഃ. എന്താണ് അർത്ഥം? ആൺകുട്ടി, ഒരു ആൺകുട്ടി. ഇനി 2 ആൺകുട്ടികളാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്താണ് പറയുക? അവിടെയാണ് ദ്വിവചനം വരുന്നത്. എന്താണ് ആ പദം? ബാലകൗ. ഇനി 2ൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കാനാണ് ബഹുവചനം പ്രയോഗിക്കുന്നത്. എന്താണ് വരിക? നോക്കാം. ബാലകാഹ, ആൺകുട്ടികൾ. ഇതുപോലെ വേറൊരു ഉദാഹരണം നോക്കാം. വൃക്ഷഃ, വൃക്ഷൗ, വൃക്ഷാഹ. ഇപ്പോൾ നമ്മൾ പുല്ലിംഗ ശബ്ദങ്ങളുടെ ഏകവചനവും ദ്വിവചനവും ബഹുവചനവുമാണ് പരിചയപ്പെട്ടത്. ഇനി സ്ത്രീലിംഗ ശബ്ദങ്ങളുടെ വചനങ്ങളെ നമുക്ക് നോക്കാം. ബാലിക, ബാലികേ, ബാലികാഹ. മാല, മാലേ, മാലാഹ. ഇതുപോലെ നപുംസകലിംഗ ശബ്ദങ്ങളുടെ വചനങ്ങളും നമുക്ക് നോക്കാം. പുഷ്പം, പുഷ്പേ, പുഷ്പാണി. ചിത്രം, ചിത്രേ, ചിത്രാണി. പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ ശബ്ദങ്ങളുടെ വചനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പട്ടികയിലെ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പരിചയപ്പെട്ടത്? ഇന്ന് നമ്മൾ ഗൃഹസംബന്ധിയായ വാക്കുകളും ബന്ധുവാചക ശബ്ദങ്ങൾ, ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകൾ, ഇവയെല്ലാം നമ്മൾ സംസ്കൃതത്തിൽ പരിചയപ്പെട്ടു അല്ലേ? പിന്നെ വചനങ്ങളെ പരിചയപ്പെട്ടു അല്ലേ? ഏതൊക്കെയാണ് വചനങ്ങൾ? ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഇവയെല്ലാം പരിചയപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സംസ്കൃതം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന്? ഈ സംസ്കൃത പദങ്ങളെല്ലാം നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ആ, ശരിയാണ്. എന്നാൽ ഇന്ന് ഇത്രയും മതി അല്ലേ? എങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. അദ്യതന കക്ഷ്യ അത്ര സമാപ്തിം യാതി. ധന്യവാദः.